ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിർണായക വഴിത്തിരിവ്. അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പം ബംഗളൂരുവിൽ എത്തിച്ചതിന് ദേവസ്വം വിജിലൻസിന് തെളിവ് ലഭിച്ചു. ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. വിജിലൻസ് സംഘം ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഒരാളും വിചാരിക്കാത്ത തരത്തിൽ മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയാണ്. സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ദ്വാരപാലക ശില്പം ചെന്നൈയിലെത്താൻ 40 ദിവസം എന്തിനെടുത്തുവെന്ന് അന്വേഷിച്ച ദേവസ്വം വിജിലൻസിന് കിട്ടിയ ഉത്തരം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സന്നിധാനത്ത് നിന്ന് ശില്പം നേരിട്ടെത്തിച്ചത് ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണെന്ന് വിജിലൻസിന് തെളിവ് ലഭിച്ചു. ശില്പം വെച്ച പൂജകളും ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ക്ഷേത്രം. പോറ്റിയെ സഹായിച്ച ബംഗളൂരു വ്യവസായി വിനീത് ജൈനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ശബരിമലയിലെ ശില്പം വിനീത് ജൈന് ലഭിച്ചതായി 2019 സെപ്റ്റംബർ 14 ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു. അത് ശരിയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ച് സന്നിധാനത്തെത്തിച്ചത് മറ്റൊരു ശില്പമായിരിക്കുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. വിജിലൻസ് ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ എത്തിയതായി സൂചനയുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തും. ക്ഷേത്രം ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചു. ഇന്നലെ വരെ ബംഗളൂരുവിൽ ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയതായി വിജിലൻസ് സംശയിക്കുന്നുണ്ട്. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.